ഹലോ. അപ്പോൾ എന്തായാലും കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ബ്രോ 2 ദിവസം മുന്നേ ഉള്ള വീഡിയോ ഇട്ടത്, വീഡിയോ എവിടെയെന്ന്. വേറൊന്നുമല്ല, നോട്ടിഫിക്കേഷൻസ് പോകുന്നില്ല. യെസ്, ഞാൻ റീസെൻ്റായിട്ട് നോട്ടീസ് ചെയ്യണം. ഞാൻ ഇന്നലെയും കൂടെ വീഡിയോ ഇട്ടുള്ളൂ, പക്ഷേ സ്റ്റിൽ കുറേ ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ പോയിട്ടില്ല. എനിവേ, ഒക്ടോബർ 26 തൊട്ട് ഒക്ടോബർ 30 വരെ മേരാ ലിങ്കിൽ ഈ സാധനത്തിൽ നമുക്ക് എന്തോ ദീപാവലി സെയിൽ നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്കിത് ഒരു മിസ്റ്ററി ബോക്സ് അയച്ചിട്ടുണ്ട്. ഏകദേശം 3000 രൂപയിൽ താഴെയുള്ള സാധനങ്ങളൊക്കെ കൂടി ചേർത്തിട്ടുള്ളൊരു മിസ്റ്ററി ബോക്സാണിത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത് നോക്കാം. അപ്പോൾ ഈ ദീപാവലി സെയിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇയർഫോൺ, അതേപോലെ നെക്ക് ബാൻഡ്, പവർ ബാങ്ക്, അങ്ങനത്തെ ആക്സറീസും കാര്യങ്ങളൊക്കെ ഏകദേശം 89 രൂപ തൊട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ എന്തോ മെരാ ലിങ്ക് 10 എന്ന് പറഞ്ഞിട്ടൊരു കൂപ്പൺ കോഡുണ്ട്. ആ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം യൂസേഴ്സിനൊക്കെ 10% അഡീഷണൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. എനിവേ, നമുക്ക് ഈ പെട്ടിയുടെ അകത്ത് എന്തൊക്കെയുണ്ട് എന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ നമ്മുടെ പെട്ടിക്കകത്തുള്ള ഫസ്റ്റ് പ്രോഡക്റ്റ് പവർ ബാങ്ക്. ഇത് ഏകദേശം ഒരു 449 രൂപ വരുന്നൊരു ചാത്തൻ പവർ ബാങ്ക് ആണ്. ഇതിൻ്റെ കമ്പനി ഏതാണെന്നൊന്നും അറിയില്ല. എന്തായാലും 5000 മില്ലി ആംപിയർ എന്നാണ് എഴുതിയിരിക്കുന്നത്. 5000 മില്ലി ആംപിയറിൻ്റെ. പിന്നെ പവേർഡ് ഫോർ ആൻഡ്രോയിഡ് എന്ന്. അപ്പോൾ ആൻഡ്രോയിഡുകാർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ക്വിക്ക് ചാർജ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അധികം സ്പെസിഫിക്കേഷൻ എന്താ, 1.5 ആംപിയറിൻ്റെ ഇൻപുട്ടും അതേപോലെ 5 വോൾട്ട് 2 ആംപിയർ, അതായത് 10 വോൾട്ടിൻ്റെ ഔട്ട്പുട്ടും പിന്നെ 7 തൊട്ട് 9 മണിക്കൂറിലും ചാർജ് ചെയ്യാൻ എടുക്കുമെന്നും പിന്നെ എന്തോ കുറേ സ്പെസിഫിക്കേഷൻസ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും സാധനം എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ കുട്ടി പവർ ബാങ്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാനിത് ആരോടും മേടിക്കണമെന്നൊന്നും പറയില്ല കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി മാത്രമാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. ആരോടും മേടിക്കണം നിർബന്ധിക്കൊന്നുമില്ല. എന്തായാലും വളരെ തിൻ ആൻഡ് ലൈറ്റ് ആയിട്ടുള്ളൊരു പവർ ബാങ്ക് ആണ് വന്നിരിക്കുന്നത്. 5000 മില്ലി ആംപിയറിൻ്റെ. മുകളിലായിട്ട് നമുക്കൊരു മൈക്രോ USB പോർട്ടും 2 USB പോർട്ടുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നീല കളർ ഇട്ടിരിക്കുന്നതുകൊണ്ട് USB 3 ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കേണ്ട USB 2 ആണ്. പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബാറ്ററീൻ്റെ ഷേപ്പിലാണ് ഇവിടെ പവർ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്, നീല കളറിൽ. ഇപ്പോൾ ഫുൾ ചാർജ് ഇതിനകത്തുണ്ട്. 4 കട്ടയുമാണ് ഇതിനകത്ത് മൊത്തം കൊടുത്തിരിക്കുന്നത്. സോ വളരെ ഓക്കെ, ഇതിനകത്ത് കൂടെ ഒരു കേബിളും കൂടെ വരുന്നുണ്ട്. എന്തായാലും വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു പവർ ബാങ്ക് ആണ്. 449 രൂപയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ഈ ഒരു ബോക്സിനകത്തുള്ളത് ഒരു ട്രൂ വയർലെസ് ഇയർഫോൺസ് ആണ്. ഏകദേശം 749 രൂപയുടെ ഒരു ട്രൂ വയർലെസ് ഇയർഫോൺസ് ആണ് കേട്ടോ. ഇതിൻ്റെ പേര് കോമഡി കേട്ടോ. അതായത് വിവോ ഇല്ലേ, വിവോൻ്റെ VIയും ഓപ്പോൻ്റെ PPOയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വരുന്നൊരു സാധനമാണ്. ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേര് വിപ്പോ എന്നാണ് പേര്. ഈ ബ്രാൻഡൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും എയർപോഡ്സ് അല്ലേ നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ, അതിൻ്റെ ക്ലോണാണിത്. അപ്പോൾ ഇതിനകത്ത് ബ്ലൂടൂത്ത് 5 എന്ന് എഴുതിയിട്ടുണ്ട്. സ്മാർട്ട് ചിപ്പ്, സ്മാർട്ട് ടച്ച്. ഓക്കെ, VI314 എന്നാണ് കേട്ടോ ഇതിൻ്റെ മോഡലിൻ്റെ പേര്. 500 മില്ലി ആംപിയറിൻ്റെ കേസ്. ആ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് സാധനം എങ്ങനെയുണ്ട് നോക്കാം. അതിനകത്ത് വേറെ എന്തോ ഉണ്ടല്ലോ. കണ്ടില്ലേ, വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക എന്നുള്ളതിൻ്റെ ഒരു റിമൈൻഡറാണിത്. അതുപോലെ തന്നെ നമുക്കിതിനകത്ത് ലൈറ്റ്നിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. എന്തായാലും സൈസും ഡയമെൻഷനും ഒക്കെ നമ്മുടെ എയർപോഡ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു കുട്ടി കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസ്. താഴത്തെ നമുക്ക് ലൈറ്റ്നിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. പുറകിൽ റീസെറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ വിപ്പോ എന്ന് എഴുതിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വരച്ച് കളയാം പിന്നീട് വേണ്ട എന്നുണ്ടെങ്കിൽ. എന്തായാലും ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഹിഞ്ച് കണ്ടില്ലേ, ലേശം വിളക്കമുള്ളൊരു ഹിഞ്ചാണ്. ഇതിനകത്ത് നമുക്ക് എയർപോഡ്സ് ഓക്കെ കണ്ടില്ലേ. എന്തായാലും ഷേപ്പും സൈസ് നോക്കുമ്പോൾ എയർപോഡ്സിൻ്റെ അതേ വലിപ്പവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. പക്ഷേ എനിക്ക് ഈ മിന്നി കത്തുന്ന ഈ ലൈറ്റ് മാത്രം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ട്. ഈ വിപ്പോ എന്ന് പറയുന്ന ബ്രാൻഡ് ഉള്ളിലാണ് ഇരിക്കുന്നത്. സോ ചെവിയിൽ നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് ആ ചാത്തൻ ബ്രാൻഡാണെന്ന് കാണില്ല. ഓക്കെ, അതുകൊണ്ട് പെട്ടെന്നൊക്കെ ദൂരം നിന്നൊക്കെ നോക്കുവാണെങ്കിൽ ഒറിജിനലാണെന്ന് വിചാരിക്കുള്ളൂ. സോ പെട്ടെന്ന് ചാത്തനാണെന്ന് കണ്ടുപിടിക്കില്ല. ഓക്കെ, പേര് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ കണ്ടു. അതായത് ഐഫോണിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആക്ച്വൽ എയർപോഡ്സ് തുറക്കുമ്പോൾ വരുന്ന പോലത്തെ ഒരു ആനിമേഷൻ ഈ ഒരു എയർപോഡ്സ് തുറന്ന് ഈ 2 സാധനങ്ങൾ പുറത്തെടുക്കുമ്പോൾ വരുന്നുണ്ട്. ഇൻഡിവിജ്വൽ ചാർജുകളും കാണിക്കുന്നുണ്ട്. പക്ഷേ ആക്യുറസി എനിക്കറിയില്ല കേട്ടോ എത്രത്തോളം ശരിയാണെന്ന്. ഓക്കെ, ഇനി നമുക്ക് സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യം നോക്കാം. ഫിറ്റും കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ല. പിന്നെ ഇത് 1 size fit for ആളല്ലേ, അപ്പോൾ നിങ്ങളുടെ ചെവി അനുസരിച്ചിരിക്കും. സൗണ്ട് ക്വാളിറ്റി 749 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന സൗണ്ട് ക്വാളിറ്റിയേ ഉള്ളൂ. പിന്നെ ഈ സാധനമൊക്കെ വെറും ഷോക്കാണ് കേട്ടോ. ജസ്റ്റ് കാണാൻ എയർപോഡ്സ് ഉണ്ട് എന്ന് കാണിക്കുക എന്നുള്ള രീതിയിലുള്ളതിന് വേണ്ടി മാത്രമാണ്. പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടിയാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ കേൾക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. സൗണ്ടൊക്കെ ഉണ്ട്. ബേസും കാര്യങ്ങളൊന്നും അധികമൊന്നുമില്ല. പിന്നെ കോൾ ക്വാളിറ്റി ഒന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ടച്ച് കൺട്രോളും കൂടി ഉണ്ട് നമുക്ക്. സോ പാട്ട് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ നമുക്ക് ടച്ച് കൺട്രോൾസ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. സോ 749 രൂപയ്ക്ക് ഷോ കാണിക്കാനായിട്ട് മേടിക്കാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് പ്രൊഡക്റ്റ് നമ്മുടെ പെട്ടിക്കകത്തുള്ളത് വീണ്ടും ഒരു
ബ്ലൂടൂത്ത് നെക്ക് ബാൻഡാണ്. നമ്മൾ ഇതിന് മുന്നേ ഇതേപോലത്തെ ഒരു ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ് കണ്ടിട്ടുണ്ട് ഇവരുടെ മേരാ ലിങ്കിൻ്റെ തന്നെ. എന്തായാലും ഹിറ്റേജ് പ്രീമിയം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ഡോക്ലി ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ. അപ്പോൾ നേരത്തെ കണ്ടതും ഹിറ്റേജിൻ്റെ തന്നെയാണ്. അതുപോലെ ഈ ബ്രാൻഡിൻ്റെ 2 എണ്ണം മേടിക്കുവാണെങ്കിൽ 15% ഓഫ് ഈ സെയിൽ ടൈമിൽ കൊടുക്കുന്നുണ്ടെന്നൊക്കെ എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് 549 രൂപയുടെ സാധനമാണ്. സ്പോർട്സ് ബ്ലൂടൂത്ത് 5.2 നെക്ക് ബാൻഡ്. അപ്പോൾ ഇതിനകത്ത് 26 മണിക്കൂർ പ്ലേ ബാക്ക് ടൈം കിട്ടും. പിന്നെന്താണ്, വോയിസ് സ്വെറ്റ് പ്രൂഫ്, CVC, നോയ്സ് ക്യാൻസലേഷൻ. ഞാൻ നോക്കാം ഇതിനകത്തുള്ള സാധനം എങ്ങനെയാണ് നോക്കാം. ഓക്കെ, എനിക്ക് പാക്കേജിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും ഈ പാക്കേജിങ്ങിലാണ് അയച്ചു കൊടുക്കുന്നതെങ്കിൽ വീട്ടിലെത്തുമ്പോഴത്തേക്കും തവിട് പൊടിയാവും. സോ ഞാൻ ലക്കി ആയതുകൊണ്ടാണ് എനിക്ക് സാധനങ്ങളൊക്കെ ഒരു പീസിൽ കിട്ടുന്നത്. മൈക്രോ USB കേബിൾ കിട്ടുന്നുണ്ട്, എക്സ്ട്രാ ഇയർ ടിപ്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ചെവിയിൽ വെക്കുന്ന കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് ബാറ്ററിയും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് മനസ്സിലായി. കാരണം വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിനകത്താണ് ബാറ്ററി കൺട്രോൾ ചെയ്യുന്ന സ്ഥലത്ത് 3 ബട്ടൺ ഉണ്ട്. വോളിയം അപ്പ്, വോളിയം ഡൗണും പിന്നെ പ്ലെയിൻ പോസും ആണ്. മൈക്കും ഉണ്ട്. എന്തായാലും ചെവിയിൽ നമുക്കിത് വെച്ച് നോക്കാം. ഇത് ഇങ്ങനെയല്ലേ, ഇങ്ങനെ. അപ്പോൾ ഏകദേശം ഇത്തരത്തിലായിരിക്കും. ഇത് മിഡിൽ ബട്ടണിൽ പവർ ഓൺ ചെയ്യാം. പവർ ഓൺ എന്ന് പറഞ്ഞിട്ട് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സാധനം പവർ ഓൺ ആയിട്ടുണ്ട്. ഒറ്റ സെക്കൻഡ് ഞാൻ പാട്ട് വയ്ക്കട്ടെ. ഓക്കെ, പാട്ട് വെച്ചിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത് ബേസ് എന്ന് പറയുന്ന സാധനം ഇതിനകത്തില്ല. ട്രെബിള് കുഴപ്പമില്ല, ട്രെബിൾ ഉണ്ട്. മിഡ്സാണ് കൂടി കിടക്കുന്നത്. സോ അതുപോലെ ഈ സാധനം സ്വെറ്റ് പ്രൂഫ് ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്കറിയില്ല കേട്ടോ ശരിക്കും ഇത് സ്വെറ്റ് പ്രൂഫ് ആണോ ഇല്ലയോ എന്നൊക്കെ. കാരണം എനിക്ക് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കണ്ടിട്ട് എനിക്ക് സ്വെറ്റ് പ്രൂഫിൻ്റെ ആ ഒരു ഇത് തോന്നുന്നൊന്നുമില്ല. പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പ്രൈസിലൊക്കെ ബ്ലൂടൂത്ത് ഇയർഫോൺസ് കിട്ടുന്നത് പാടാണ്. സോ അത്ര പ്രൈസ് ടൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം. ഇനി അടുത്ത് നമ്മുടെ പെട്ടിക്കകത്തുള്ളത് എന്തുവാണ് ഇത്? ഈ പണ്ടത്തെ ജോമെട്രി ബോക്സ് ഒക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന പോലത്തെ ഒരു പെട്ടി. ഓക്കെ, ഇത് 549 രൂപ വില വരുന്നൊരു പവർ ബാങ്ക് ആണ് കേട്ടോ. ഇതിനകത്ത് ഒന്നും ബ്രാൻഡും കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. എന്തായാലും സ്റ്റാൻഡേർഡ് സീരീസ് 2 ആംപിയർ ഫാസ്റ്റ് ചാർജ് എന്തൊക്കെയോ. എനിക്ക് ഈ കമ്പിത്തിരിൻ്റെ ഒക്കെ പെട്ടി പോലെയാണ് ഇത് തോന്നിയത്. സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സാധനം നോക്കാം, സാധനം ഉണ്ടോ നോക്കാം. ഓക്കെ, ഏറ്റവും ആദ്യം കിട്ടിയിരിക്കുന്നത് ഒരു മൈക്രോ USB കേബിളാണ്. സോ പിന്നെ നമുക്കുള്ളത് യെസ് അവർ പവർ ബാങ്ക്. ഓക്കെ, 20,000 mAh ഒരു ബാറ്ററിയാണ് ഇതിനകത്തുള്ളതെന്നാണ് പറയുന്നത്. മുകളിൽ ടോർച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മൈക്രോ USB ഇൻപുട്ടാണ്. 3 നോർമൽ USB പോർട്ടിൻ്റെ ഔട്ട്പുട്ടും കൊടുത്തിട്ടുണ്ട്. ബിൽഡ് ക്വാളിറ്റി ക്ലാസിക് ആണ്. ഞാൻ ഈ പുറകിൽ ഈ ലൈറ്റ് വെച്ചേക്കുന്ന ഒരു പവർ ബാങ്ക് ഉണ്ട് പഴയത്. അതിൻ്റെ സെയിം ബിൽഡ് ക്വാളിറ്റിയാണ്. പക്ഷേ ബ്രാൻഡ് വ്യത്യാസമുണ്ട്. ഇതിനകത്ത് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി LEDs കത്തുന്നതിൻ്റെ അവിടെ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്. 25, 50, 75, 100 എന്ന്. ബേസിക്കലി 4 LEDs ആണ്. പക്ഷേ നമുക്ക് എന്തോ പെർസെൻറ്റേജ് കാണിക്കുന്ന രീതിയിലൊരു ഇല്യൂഷൻ നമുക്ക് തരുമെന്ന് മാത്രം. സോ 549 rupees ഒരു പവർ ബാങ്ക്. ഇനി പെട്ടിക്കകത്തുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഡക്റ്റ് വീണ്ടും പവർ ബാങ്ക്. അത്യാവശ്യം വലിപ്പമുള്ളൊരു പാക്കേജാണ്. സോ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സ്റ്റാൻഡേർഡാണ്. കാരണം ടൈറ്റൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. ടൈറ്റൻ്റെ ബ്രാൻഡിൻ്റെ സ്പീക്കറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു ബ്രാൻഡാണ്. സോ നമ്മൾ നേരത്തെ കണ്ട പോലെ ചാത്തൻ ബ്രാൻഡുകളല്ല. 599 രൂപയാണ് ഈ സാധനം കേട്ടോ. 7000 mAh ഒരു പവർ ബാങ്ക്, 2.1 ആംപിയറിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, 7000 എന്നാണ് എഴുതിയേക്കുന്നത്. ഓപ്പൺ. ലൈറ്റ്നിങ് കേബിൾ. ഇനി പവർ ബാങ്ക് നൈസ് കുട്ടിയാണ്. കുട്ടി കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. 7000 mAh. സോ ഓവറോൾ എനിക്ക് ഇപ്പോൾ കണ്ട പവർ ബാങ്കുകൾ വെച്ച് എനിക്ക് ഏറ്റവും ബിൽഡ് ക്വാളിറ്റിയിൽ ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ സാധനമാണ്. പിന്നെ ഇതിനകത്ത് എത്രയാണ് 5 വോൾട്ട് 2 ആംപിയറും 5 വോൾട്ട് 2.1ഉം. ഓക്കെ, ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ LEDs കാണിക്കുന്നുണ്ട്. ചാർജ് എത്രയുണ്ട് എന്നുള്ളതിൻ്റെ. ഇൻപുട്ട് നമ്മുടെ ലൈറ്റ്നിങ് ആണ്. ഒരു ഔട്ട്പുട്ട് മാത്രമേ ഇതിനകത്തുള്ളൂ. സോ ഒരു സ്ലീക്കായിട്ട് പോക്കറ്റിലൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഐഫോണുകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നിർമ്മിച്ചൊരു പവർ ബാങ്കാണ് ഇത്. ഈ പ്രൊഡക്റ്റുകളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് എൻ്റെ പേരിലൊരു ലിങ്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് മാത്രം ചെയ്യുക. കാരണം അത് സെല് ചെയ്യുന്നതൊക്കെ ലിങ്കുകാരാണ്. പിന്നെ എന്തെങ്കിലും ഇപ്പോൾ അതിൽ കൂടെ പർച്ചേസ് ചെയ്യേണ്ട വാട്സാപ്പിൽ കൂടെ പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ നമ്പർ തന്നേക്കാം. എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഒക്ടോബർ 26 തൊട്ട് ഒക്ടോബർ 30 വരെയുള്ള അവരുടെ ദീപാവലി സെയിലിൻ്റെ കാര്യവും മറക്കണ്ട. ലിങ്ക് 10 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡും മറക്കണ്ട. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേയധികം വെറൈറ്റി പ്രോഡക്റ്റുകൾ കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.